അപ്പോഴേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസമാകട്ടെ കേട്ടോ. എനിക്ക് കുറച്ച് കുഞ്ഞൻ ചൂര കിട്ടി, അത് വെച്ച് ഞാൻ അച്ചാറുണ്ടാക്കിട്ടോ. അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും എനിക്കുണ്ടാക്കാൻ അറിയില്ല, എങ്കിലും ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചേ. വലിയ ചൂര, വലിയ മുഴുത്ത നല്ല കട്ടിയുള്ള ചൂരയൊക്കെയാണ് അച്ചാറിടുക സാധാരണ. എനിക്ക് കിട്ടിയത് ഇതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എൻ്റെ മോനെ ഒരുപാട് ആഗ്രഹം പറഞ്ഞപ്പോൾ അങ്ങ് ഇട്ടതാട്ടോ. അത് പിന്നെ നല്ല കത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഈസിയാണ്. അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? ചൂരയും അങ്ങടെയൊക്കെ ഇങ്ങനെ ഞാൻ ഇപ്പോഴെല്ലാം ഷോട്ടിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്, അതുപോലെ പൊളിച്ചെടുത്താൽ മതി. ചിലർ കുഞ്ഞൻ ചൂര കറി വെക്കാനൊന്നും പൊളിക്കില്ല, നന്നായിട്ട് കഴുകി മുറിച്ച് തല ചെയ്യേണ്ടത് മാറ്റി വെച്ച് കറി വെക്കാമെന്ന് ഒരു 5-6 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, 6-7 എണ്ണം. അപ്പോൾ ഈ പൊട്ടക്കത്തിയും കൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയും ഷോട്ടും കാണുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു കത്തി വാങ്ങിക്കണം. അപ്പോൾ ചൂര എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് ഞാൻ വെറുതെ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാം എന്ന് കരുതി, ബോറടിപ്പിക്കുമല്ല കേട്ടോ. അപ്പോൾ പിന്നെ ചെറിയ ഷോർട്ടായിട്ട് എടുക്കാനാണെങ്കിൽ ഇത് പറ്റുന്നുമില്ല. പിന്നെ ആണെങ്കിലേ ഇന്നലെ ആണെങ്കിൽ ഉണ്ടല്ലോ, വൈകുന്നേരം ആയപ്പോൾ എനിക്ക് 8 സബ് അപ്പോഴേ പോയിട്ടോ. അപ്പോൾ നമ്മൾ 2026 കുറച്ചുകൂടെ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. കാരണം സബും അതൊന്നും നടക്കില്ല. 24 hours അല്ലെങ്കിൽ ഷോട്ട് കാണുകയോ വീഡിയോ കാണുകയൊക്കെ ചെയ്ത് നല്ല കമൻറ്റുകളൊക്കെ ഇട്ട് അത് സ്മൈലിയൊക്കെ അങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇമോജികളൊക്കെ, സ്മൈലി മീൻസ് ഇമോജീസൊക്കെ ഒഴിവാക്കി എന്തെങ്കിലും ഒരു വാക്കിലോ എന്തെങ്കിലും അങ്ങനെയൊക്കെ എഴുതി കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും, എന്നിട്ട് 24 hours ശേഷം മാത്രം ലൈവിൽ വന്ന് ചോദിക്കുന്നവർക്ക് സബ് കൊടുക്കുക. നമ്മൾ ലൈവ് ചെയ്തിട്ട് നമ്മളെ അവർക്ക് സബ് ചെയ്യാം, പക്ഷേ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് 24 hours ശേഷം മാത്രമായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പോവേ. അങ്ങനെ 8 സബ് അപ്പോഴേ പോയി. അപ്പോൾ ഞാൻ എൻ്റെ ചൂരക്കുട്ടന്മാരെ കഴുകി വെച്ചതാണ് ഈ കാണിക്കുന്നത്. അവരെ അരിഞ്ഞ് ആ പൊട്ടക്കത്തി കൊണ്ട് ഇങ്ങനെ ചരാപിരാന്നൊക്കെ എനിക്ക് അരിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടല്ലേ, ഇങ്ങനെയൊക്കെ മതി. അതിനകത്ത് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുറച്ച് നേരം ഒന്ന് കൈകൊണ്ട് ഞെരടി വെക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കണം. വളരെ ഈസി ആട്ടോ മീനച്ചാർ ഇടുന്നതിന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെ കഴുകി ചെറുതായിട്ട് നുറുക്കി, അതുപോലെ ചാളയൊക്കെ ഇതുപോലെ ഇടാട്ടോ, നല്ല ടേസ്റ്റാണ്. ചാളയ്ക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെച്ച് നല്ലപോലെ ആക്കി ഒരു 10 മിനിറ്റോ 1 മണിക്കൂർ വരെ വേണേലും വെക്കാം. അത് അത്രയും പിടിക്കുമ്പോൾ അത്രയും നല്ലത്. ഞാൻ 10 മിനിറ്റേ വെച്ചുള്ളൂ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തതിന് ശേഷം, അപ്പോൾ എന്താ പറയണ്ടേ, ഇത് പുരട്ടി വെച്ചിരിക്കുന്ന മീൻ വറുക്കാനുള്ള എണ്ണയാണ് കേട്ടോ. വറുത്തെടുത്തിട്ടേ നമ്മൾ അച്ചാറിടാൻ പാടുള്ളൂ. കാരണം കുറച്ച് ദിവസം ഇരിക്കുന്നതല്ലേ, ഇവിടെ അതൊന്നും ഇരിക്കില്ല, ഇച്ചിരിയല്ലേ ഉള്ളൂ, ക്വാണ്ടിറ്റി കുറവല്ലേ. അപ്പോൾ ഇനി എല്ലാവരോടും പറയാനുള്ളത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുമ്പോൾ നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ 1-2 ഷോട്ടൊക്കെ കണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്, പക്ഷേ അവരെ മെസ്സേജ് ഇട്ട് ആശ്വസിപ്പിക്കണം കേട്ടോ, ഞാൻ തിരിച്ച് തരും എന്ന്. കാരണം അവർക്ക് സങ്കടമാവില്ലേ, നമ്മളെ സബ് ചെയ്തിട്ട് അവർക്ക് കിട്ടണമല്ലോ, അതല്ലേ അതിൻ്റെ ന്യായം. അല്ലാതെ ഒരു നന്ദികേടല്ലേ ആ ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചു കൊടുക്കാൻ ഞാൻ തീർച്ചയായിട്ടും വരും. 24 hours കഴിഞ്ഞ് ഉറപ്പായിട്ടും ആ പറഞ്ഞവർക്ക് ചെയ്തിരിക്കണം കേട്ടോ. കാരണം ഇല്ലെങ്കിൽ അത് നന്ദികേടാണ്, തീർത്തും നന്ദികേടാണ്. കാരണം യൂട്യൂബ് എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവരവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പരസ്പരം സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് വറുത്ത് കോരി ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ കടുക് വറുത്ത്, വലിയ കടുക് വറുക്കലൊന്നുമില്ല. അടുക്കളയൊക്കെ കിടക്കുന്ന കണ്ടല്ലോ, ഇങ്ങനെ ക്ലീൻ ചെയ്ത് അപ്പോൾ ക്ലിയർ ചെയ്ത് വെക്കണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം, തലപ്രാന്ത് പിടിക്കും. അല്ലെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് ഈ പാത്രം കഴുകൽ, തുണി കഴുകൽ, വീട് നോക്കൽ, വീട് വൃത്തിയാക്കൽ വല്ലാത്ത കഷ്ടം തന്നെയാണ്. അതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മെഷീന്, ഡീപ്പ് ക്ലീനിങ്ങിന് ആൾക്കാർ ഒക്കെ ഉണ്ട്. അതൊക്കെ മറ്റുള്ളവരുടെ വിഷയം, നമ്മളെപ്പോലെ സാധാരണ അമ്മമാരുടെ കാര്യമേ അല്ല. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യുക, ഈസിയാക്കാൻ പറ്റുന്ന വഴികൾ നോക്കുക. എനിക്ക് ചില ദിവസങ്ങളിൽ അടുക്കള കൂമിഞ്ഞൂടി അഴുക്കായൊക്കെ കിടക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ജെന്യൂനായിട്ട് പറയുകയാണെങ്കിൽ അങ്ങ് ക്ലിയറാക്കി എപ്പോഴും വൃത്തിയാക്കി ഇടുന്ന അങ്ങനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷേ കഴിയുന്നതും നമ്മളതിന് ശ്രമിക്കുക എന്ന് ഞാൻ പറയുള്ളൂ. എടുക്കുന്ന സാധനങ്ങൾ അങ്ങ് തിരിച്ചു വെക്കുക. അപ്പോൾ വറുത്ത് കോരി എടുത്തിട്ട് ആ എണ്ണയിലേക്ക് തന്നെയാണ് കടുക് വറുത്ത്, പിന്നെ മുളക് പൊടിയും ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് അതിനകത്തോട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ട് ഞാൻ ഫിഷ് മസാല ചേർക്കാറുണ്ട് കേട്ടോ. അച്ചാറിന് ചേർക്കാതെ ഇരിക്കുക. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടാനോ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുത്താനോ അറിയാത്തതുകൊണ്ട് ഫിഷ് മസാലയാകുമ്പോൾ അത് കിട്ടും. അപ്പോൾ കടുക് വറുത്ത് അതിനകത്തോട്ട് ഇഞ്ചി പേസ്റ്റ് ഇട്ട് മുളക് പൊടിയും ഈ ഫിഷ് മസാലപ്പൊടി ഇട്ട്
ഈ ഇഞ്ചി പേസ്റ്റൊക്കെ നമ്മൾ അരച്ച ആ മിക്സിയിലെ വെള്ളം കളയണ്ട, അതൊന്ന് കഴുകി ഒഴിച്ച് ഇച്ചിരി ചാറൊക്കെ കുളുകുളാന്നിരിക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം അധികം ഒഴിച്ചോളുക. കട്ടിയായിട്ട് പെരണ്ടിരുന്നാൽ മതിയുണ്ടെങ്കിൽ അധികം വെള്ളം ഒഴിക്കേണ്ട. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇതെല്ലാം സിമ്പിൾ കാര്യങ്ങളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉണ്ട്. മുളകും പുരട്ടി വെച്ച് മീൻ വറുക്കാൻ പുരട്ടി വെക്കുന്ന പോലെ മാറ്റി വെച്ച് മീൻ വറുക്കുന്ന പോലെ വറുത്തെടുത്ത് ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ കടുക് വറുത്തും ഇച്ചിരി ഫിഷ് മസാലയോ ഇല്ലെങ്കിൽ മുളക് പൊടിയോ ഇച്ചിരി ഉലുവപ്പൊടിയോ ഒക്കെ ഇട്ട്, കായപ്പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ, കാരണം ഫിഷ് മസാലപ്പൊടിക്കകത്തെല്ലാം ഉണ്ടല്ലോ. അതൊക്കെ ചേർത്ത് വെച്ചാൽ നമുക്ക് ഒരാഴ്ചത്തേക്കിന് കുശാലായിട്ടൊരു ചമ്മന്തി തോരനൊക്കെ ഉണ്ട്.